ഇന്ത്യൻ 2 കണ്ട് ഇതെന്തോന്നടേ എന്ന് പകച്ച് വണ്ടാരം അടങ്ങി ഇറങ്ങിപ്പോരുകയാണുണ്ടായത്. ശങ്കറിൻ്റെ പതിവ് രീതികൾ തന്നെ ഇതിലും പണി വെച്ചിട്ടിരിക്കെ കുറേ അഴിമതി വീരന്മാർ. അവർ അഴിമതി നടത്തുന്നു, ഭരണകൂടം ഒപ്പം നിൽക്കുന്നു. പുതിയ ഇന്ത്യൻ യുവത്വത്തിന് അഴിമതിക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ നിസ്സഹായരായി നോക്കി നിൽക്കുന്നു. അണ്ണൻ്റെ സ്ഥിരം സ്റ്റോറി ലൈനും പാറ്റേണും തന്നെ. പിന്നെ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ഇന്ത്യൻ യുവത്വം പ്രതികരിക്കുന്നു. ഒടുവിൽ ഇന്ത്യൻ യുവത്വം തിരിച്ചറിയുന്നു, ഇന്ത്യൻ താത്തയെപ്പോലെ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരാളുണ്ടായിരുന്നുവെങ്കിൽ. അങ്ങനെ ഇന്ത്യൻ കംബാക്ക് ക്യാമ്പയിൻ ഉണ്ടാകുന്നു സോഷ്യൽ മീഡിയ വഴി. ഒടുവിലവർ ഇന്ത്യനെ കണ്ടെത്തുകയാണ്. അങ്ങനെ ഇന്ത്യൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. പുതിയ മർമ്മവിദ്യകൾ കാണിക്കാനും പുതിയ മർമാണിപ്രയോഗങ്ങൾ നടത്താനും. സംവിധായകന് മാത്രം അറിയാവുന്ന ചില പ്രത്യേകതരം മർമാണി വിദ്യകൾ ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അതാണ് ഈ ചിത്രത്തിൻ്റെ സ്പെഷ്യാലിറ്റി. ഉള്ള ഓൾഡ് മേക്കപ്പും ജാംബവാൻ്റെ കാലത്തെ കഥയും ഡോക്യുമെൻ്ററി മെത്തേഡിലുള്ള മേക്കിങ്ങും കാരണം പടത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പടത്തെ നമുക്ക് കുറ്റം പറഞ്ഞാൽ മാത്രം പോരല്ലോ, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു എന്നുകൂടി പറയണമല്ലോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ളൊരു കഥയായിരുന്നു ഇത്. പിന്നെ ഇന്ത്യൻ ഫസ്റ്റ് എന്ന് പറയുന്ന ചിത്രം ഉണ്ടാക്കിയതിൻ്റെ ഇമ്പാക്റ്റ് വേറെയും. ചിത്രം തുടങ്ങേണ്ടിയിരുന്നത് സമൂഹത്തിലെ ഉന്നതരായ കുറച്ച് ആളുകളുടെ കൊലപാതകങ്ങളും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ടായിരിക്കണമായിരുന്നു. അന്വേഷണം നടന്നു വരുമ്പോഴായിരിക്കണം അറിയേണ്ടത്, ഈ കൊല ചെയ്യപ്പെട്ട ആളുകളെല്ലാം വലിയ രീതിയിൽ അഴിമതികൾ നടത്തിയിരുന്ന ആളുകളായിരുന്നു. കൊലപാതകത്തിനെല്ലാം ചില സിമിലാരിറ്റീസ് ഉണ്ട്. ഒടുവിൽ അന്വേഷണ സംഘം ഒരു നിഗമനത്തിലെത്തി, ഇതിനു പിന്നിലെല്ലാം സേനാപതി എന്ന് പറയുന്ന ഇന്ത്യനാണ് എന്നുള്ളത്. അതിനർത്ഥം സേനാപതി നമുക്കിടയിൽ എവിടെയോ ജീവിച്ചിരിക്കുന്നു. പിന്നീട് മുൻപ് നടന്ന പല VIP കൊലപാതകങ്ങളുടെയും അന്വേഷണം പരിധിയിൽ വരുന്നു. ഈ അന്വേഷണത്തിലെല്ലാം കണ്ടെത്തുന്നത് ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്തത് സേനാപതിയാണ് എന്നുള്ളതാണ്. അന്വേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനെ കൈമാറാൻ തയ്യാറാകുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ റിപ്പോർട്ട് വായിക്കുന്നു. അതിൽ സേനാപതി ഈ കൊലപാതകങ്ങൾ എക്സിക്യൂട്ട് ചെയ്തത് എങ്ങനെ എന്ന് വളരെ നല്ല രീതിയിൽ വിശദീകരിച്ചിരിക്കുന്നു. ഹൈലി കറപ്റ്റഡായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഉള്ളിൽ ഭയം ഉണ്ടാകുന്നു, സേനാപതി ഇനി അടുത്തത് തന്നെയാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു സ്പെഷ്യൽ ടീമിനെ ഫോം ചെയ്യുന്നു സേനാപതിയെ വധിക്കാനായി. പിന്നീട് അങ്ങോട്ട് സേനാപതിയും ഈ ടീമും തമ്മിലുള്ള യുദ്ധമാണ്, ഒരു ക്യാറ്റ് ആൻഡ് മൗസ് കളി. ഒടുവിൽ സേനാപതി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അടുത്തും എത്തുന്നു. അതിനു മുമ്പ് തന്നെ അയാളുടെ കേസുകൾ തേച്ച് മായ്ക്കാൻ വേണ്ടി അയാൾ ജുഡീഷ്യറിയെ വിലയ്ക്ക് വാങ്ങാൻ ആളെ വിട്ട് കഴിഞ്ഞിരുന്നു. ജഡ്ജിൻ്റെ ഡിമാൻഡുകൾ അംഗീകരിച്ച് പുറത്തിറങ്ങുന്ന മന്ത്രിയുടെ സംഘം. അവർ വാഹനമെടുത്ത് പോകുമ്പോൾ വഴിയിലിരിക്കുന്ന ഒരു വൃദ്ധൻ അവരെ തിരിഞ്ഞു നോക്കുന്നു. ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ കാണുന്നത് സേനാപതിയുടെ കണ്ണുകൾ. പെട്ടെന്ന് DGPയുടെ ഫോൺ ശബ്ദിക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി കൊല്ലപ്പെട്ടു. മൂടിപ്പുതച്ചിരുന്ന വൃദ്ധൻ എഴുന്നേറ്റ് റോഡിലൂടെ നടന്നു പോകുന്നു. അയാൾ ചെന്ന് നിൽക്കുന്നത് ഹൈക്കോടതി ജഡ്ജിയുടെ വീടിൻ്റെ വാതിക്കൽ. പുതു തുടക്കം എന്നും പറഞ്ഞ് ഇന്ത്യൻ 3 അവിടെ അനൗൺസ് ചെയ്യാം.